നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NNR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കുറേ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് സത്യം അല്ലെങ്കിൽ ശുദ്ധബോധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം പല വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതിൽ പല ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് എന്ത് ചർച്ച ചെയ്യാമെന്ന് വെച്ചാൽ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുന്ന കണക്ക് നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും അവസാനം കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ശുദ്ധബോധം രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പിന്നെ പലരുടെ അനുഭവങ്ങളും കേട്ട പല കാര്യങ്ങളും വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് അഭയാനന്ദ ആശ്രമം ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അഭയാനന്ദ സ്വാമികളുടെ ഇത് ഇന്നൊരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു. അപ്പം അഭയാനന്ദ സ്വാമികൾ യോഗ ചെയ്തു, ഭക്തി ചെയ്തു, പല മാർഗങ്ങളിലുമൊക്കെ കടന്നു പോയിട്ട് എവിടെയും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യാത്രയിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പം അത് പലപ്പോഴും പഴത്തിൻ്റെ പുറത്ത് കാക്ക ഇരിക്കുമ്പം പഴം വിചാരിക്കും കാക്ക ഇരുന്നുകൊണ്ടാണെന്ന്, കാക്ക വിചാരിക്കും ഞാനിരുന്നുകൊണ്ടാണ്. ശരിക്കും രണ്ടുമല്ല. കാക്ക അവിടെ ഇരുന്നില്ലെങ്കിലും പഴം വീഴുമെന്ന് പറയുന്ന കണക്ക് അത് റൈപ്പായിട്ടാവുന്ന സമയത്ത് വീഴും. അപ്പം അഭയാനന്ദ സ്വാമികൾ അങ്ങനെ രമണ മഹർഷിയെ കാണാൻ പോയെന്നും രമണ മഹർഷിയെ കണ്ടു. അപ്പം രമണ മഹർഷിയുടെ സ്പർശനം കിട്ടി എന്നാണ് പറയുന്നത്. ഇതിനിപ്പോൾ ഓട്ടോബയോഗ്രഫിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ടാവും. അപ്പം അത് പറയുന്നത്, അപ്പോൾ ഇത് പലരുടെയും ജീവിതാനുഭവത്തിൽ ഇത് പറയുന്നുണ്ട്. വിവേകാനന്ദനും രാമകൃഷ്ണ പരമഹംസരെ കണ്ടപ്പം ഇങ്ങനെ ഒരു അനുഭവം പറയുന്നുണ്ട്. അപ്പം അത് നേരത്തെ പറഞ്ഞ കണക്കാണ്, അതാവണമെന്നില്ല. അവരുടെ പല ശ്രമങ്ങളുടെ ഒരു അന്തിമമായ ഒരു സ്റ്റേജ് ആയിരിക്കാം. അതല്ല, അതുപോലുള്ള ആൾക്കാർക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പവർ അല്ല. കറണ്ടടിച്ച ഒരാളെ തൊട്ടാൽ നമുക്കും കറണ്ടടിക്കും എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരവസ്ഥയായിരിക്കാം. അപ്പം അതിന്ന് ഒരു പ്രഭാഷണത്തിൽ കേട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആത്മീയത അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷനായിട്ടുള്ള ആൾക്കാർ, ബോധോദയം കിട്ടിയിട്ടുള്ള ആൾക്കാർ ശരിക്കും ആ അവസ്ഥയിൽ രണ്ടില്ല. അപ്പം അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ളവർക്ക് നടത്താമോ, അല്ലെങ്കിൽ നടത്തിയാൽ അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും സാധ്യമല്ല. യഥാർത്ഥ ശുദ്ധബോധത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ആരെ സഹായിക്കാൻ? അല്ലെങ്കിൽ വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിനെ തള്ളി ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞതുപോലെ, ISA സ്പീക്കർ ആൻഡ് USA ലിസണർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ ഐ ഹാവ് മെയ്ഡ്. ഞാനൊരു പ്രഭാഷകനും നിങ്ങളൊരു കേൾവിക്കാരനും എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിച്ചതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ഒരു മേഖലയിൽ കടക്കുമ്പോൾ ഇത് നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ശ്രീചക്ര അല്ലെങ്കിൽ സൗന്ദര്യലഹരി, വിജ്ഞാന ഭൈരവതന്ത്ര പോലെയുള്ള പല കാര്യങ്ങൾ. ഇപ്പം ലളിത സഹസ്രനാമം തന്നെ നമ്മൾ ഭക്തിയോടുകൂടി പറഞ്ഞാലും അല്ലെങ്കിൽ താന്ത്രികമായിട്ട് പറഞ്ഞാലും നമുക്ക് പവറുണ്ടാവും. പവറുണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അവിടെ പലർക്കും അതിലൂടെ മാറ്റം സംഭവിക്കും. അപ്പം അങ്ങനെ വരുമ്പം അതിനൊരു സിദ്ധി പരിവേഷം അവർ കൊടുക്കും. അപ്പം സ്വാഭാവികമായിട്ട് പൈസ ഒഴുകാനൊരു അവസരമുണ്ട്. ഒരാൾക്കിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നമുക്കവിടെ ചെന്നപ്പോൾ നമുക്കൊരു 100 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ
കുറച്ചവിടെ കൊടുക്കത്തില്ല. അപ്പോൾ ഇതാണ് പല സ്ഥലത്തും സംഭവിക്കുന്നത്. അപ്പം കൊടുക്കുന്നതിൽ തെറ്റില്ല, അതവർ കൊടുക്കുന്നു. പക്ഷെ വാങ്ങിക്കുന്നവർ ശരിക്കും റിയലായിട്ടും ഈ ഒരു ബോധോദയം കിട്ടിയിട്ടുള്ളവരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പ്യുവർ കോൺഷ്യസ്നെസ്സിൽ എത്തിയവർ ഒരിക്കലും അങ്ങനെയുള്ള പ്രവൃത്തികളിൽ അവർ ചെല്ലത്തില്ല. പിന്നെ അവരുടെ ധർമ്മം എന്താണ്, അവർ ചെയ്യുന്ന എന്താണ്? ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തിയിലും പഞ്ചേന്ദ്രിയങ്ങളിലും നമുക്കൊരിക്കലും ശുദ്ധബോധമോ കോൺഷ്യസ്നെസ്സിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആമ തല പുറത്തിടുന്നത് പോലെയാണ്. അപ്പം നമ്മൾ കോൺഷ്യസ്നെസ്സിൽ നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ആക്ടിവിറ്റികൾ പാടില്ല എന്ന് തന്നെയാണ്. അപ്പം അതിനെ എതിർത്തല്ലേ, അതിനൊരു എതിർവാദമുണ്ടെങ്കിൽ അത് ആൾക്കാർ കൊണ്ടുവരട്ടെ. അങ്ങനൊരു എതിർവാദം പറയാൻ ഇന്ന് വരെ ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. പിന്നെ പലരും സ്കൂൾ നടത്തി, ആശുപത്രി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ ആയിരിക്കണമെന്ന് ഇല്ല. നമ്മളിപ്പോൾ അവരത് ചെയ്തതാണോ ഇതാണോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ശങ്കരാചാര്യർ തർക്കശാസ്ത്രം നടത്തി പലരുമായിട്ടും വാദിച്ചു. ശുദ്ധബോധത്തിലിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ സാധിച്ചു? അത് ആ ജന്മത്തിൻ്റെ ലക്ഷ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് ഫോറും എഗെയിൻസ്റ്റും ഒക്കെ ആൾക്കാർ പറയും. ശങ്കരാചാര്യരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് പറയും, കുറച്ച് പേര് എഗെയിൻസ്റ്റ് പറയും. അപ്പം അതൊന്നും നമ്മുടെ വിഷയമല്ല. യഥാർത്ഥത്തിൽ ഇതറിയുന്ന ഒരാൾ, നമ്മളിപ്പോൾ പറയുന്നത് തിയറി വെച്ചിട്ടാണ്. തിയറി മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടായി കണ്ടാൽ ഇണ്ടലുണ്ടാവും എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മളൊരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ ആരാ പാവപ്പെട്ടവർ? അപ്പോൾ നമ്മൾ രണ്ടായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആശുപത്രി തുടങ്ങണം. ആശുപത്രി തുടങ്ങിയിട്ട് ഇവിടെ ആശുപത്രിയും സ്കൂളും ഒക്കെ ഉണ്ടല്ലോ ആവശ്യം പോലെ, പിന്നെന്തിനാ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തോ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആരെയോ സഹായിക്കാനുണ്ട് എന്നൊക്കെ ഉള്ളത്. ഈവൻ നമ്മളിപ്പോൾ ഒരു പ്രഭാഷണം നടത്തുന്നത് പോലും വേറൊരാൾ കേൾക്കണം, അല്ലെങ്കിൽ വേറൊരാൾ കേട്ടാൽ അയാൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ ഈഗോ ആണ്, നമ്മുടെ ഫോൾസ് പ്രൈഡാണ്. അതല്ല, നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉറക്കണം. ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇത് മാത്രം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സത്സംഗങ്ങൾ, അല്ലെങ്കിൽ നിരന്തരം ആ വായന, നിരന്തരം ആ കേൾവി, അതിലൂടെ നമുക്കിത് ഉറക്കും. അതാണ് ഇവർ പറയുന്നത്, അറിവുള്ളവൻ സംസാരിക്കുന്നവന് അറിവില്ല. അപ്പം നമ്മൾ ഈ തുടക്ക നാളുകളിലൊക്കെ നമുക്ക് തോന്നി, ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്? ഇതവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? അത് ഇനി രഹസ്യമാണോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതങ്ങനെയല്ല. നമുക്കൊരു ലയനം സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രണ്ടായിട്ട് നിന്ന് സംസാരിക്കുന്നത് നമുക്ക് നാളെ ഇവിടെ ഒന്നേ ഉള്ളൂ, ഞാനേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിൽ പറയുന്നത് അങ്ങനെയല്ലേ, ദൈവത്തെ അന്വേഷിച്ച് പല സ്ഥലത്തും ചെന്നു, ദൈവത്തെ കണ്ടില്ല. എന്നെ അന്വേഷിച്ചപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവം പുറത്തല്ല, കോൺഷ്യസ്നെസ് പുറത്തല്ല. ഇനി ദൈവത്തെ അന്വേഷിച്ചപ്പോൾ എന്നെ അന്വേഷിച്ചപ്പോൾ ദൈവത്തെ കണ്ടു. ഇതിലെല്ലാം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ഞാൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ഒരു ഞാനേ ഉള്ളൂ, ഒരു വലിയ അയ്യേ ഉള്ളൂ. ഏതാ, നമ്മൾ 800 കോടി ജനങ്ങളാണ് മൊത്തം ലോകത്തുള്ളത്. അപ്പം നമ്മളൊരു കലത്തിനകത്ത് വെള്ളമാണെന്ന് വിചാരിക്കുക. കാര്യം നമ്മുടെ ശരീരം 70% വെള്ളമല്ലേ. അതിൽ നമ്മളെ ചന്ദ്രനെ കണ്ടിട്ട് നമ്മൾ പറയുകയാണ് 800 കോടി ചന്ദ്രനുണ്ടെന്ന് നമ്മൾ പറയുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ്
നമ്മുടെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ. അപ്പം ഇതിനെതിരെ ഏത് വാദം പറഞ്ഞാലും എന്തൊക്കെ ഇവർ ജസ്റ്റിഫൈ ചെയ്താലും അത് പൂർണ്ണമായ അറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ അവരുമായിട്ട് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ വഴിക്ക് പോട്ടെ, അത് അവരും എത്തിക്കോളും. ഇത് ഒരു കാര്യം. പിന്നെ നമ്മൾ സത്യത്തെ അന്വേഷിച്ച് പോകുമ്പോൾ പറയുന്നൊരു കഥ, ഒരാൾ റോഡിൽ നിന്നും ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടെ നിന്ന് അന്വേഷിക്കുന്നു, എന്തോ ഒരു സാധനം അന്വേഷിക്കുന്നു. ഒരാൾ നടന്നു വരുമ്പോഴേ ചോദിക്കുകയാണ്, നിങ്ങളിവിടെ എന്തോ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു സാധനം കളഞ്ഞു പോയി. എവിടാ കളഞ്ഞത്? അത് വീട്ടിലാണ്. ഇവിടെ നോക്കുന്നത് എന്തിനാ? അത് വീട്ടിൽ ഇരുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ അന്വേഷിക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ സത്യത്തെ അന്വേഷിക്കുന്നത്. എവിടെയോ പുറത്തെ പുസ്തകം, പുറത്തെ പ്രഭാഷണം, പുറത്തെ സ്ഥലം, പുറത്തെ കാര്യങ്ങൾ, അവിടെ എല്ലാം വെട്ടമുണ്ട്, നമ്മുടെ അകത്ത് ഇരുട്ടാണ്. ശരിക്കും ഈ ഇരുട്ടും വെട്ടവും എന്ന് പറയുന്നത് എന്താണ്? അജ്ഞതയും ജ്ഞാനവുമാണ്. പിന്നെയും പറയുന്നൊരു ഉദാഹരണം, 10 പേര് ഒരുമിച്ച് വന്നൊരു പുഴ കടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ അവർ എണ്ണി നോക്കിയപ്പോൾ 9 പേരേ ഉള്ളൂ. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ എന്താ ഇവിടെ ഒരാളെ കാണാനില്ല? അപ്പോൾ അയാൾ എന്നെ ഇപ്പോൾ പറഞ്ഞു, ഇന്ന് 10 പേരുണ്ടല്ലോ. സംഭവിച്ചെന്താ? എണ്ണുന്നവർ അവരെ കുറച്ചെണ്ണി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥ കോൺഷ്യസ്നെസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, രണ്ടില്ല. രണ്ടായി കണ്ടാൽ ഇണ്ടലുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മറഞ്ഞു നിൽക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അതെന്തൊക്കെയാണ്? അത് 6 കാര്യങ്ങളാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം. ഇതാണ് സംഭവം. ഇത് നമ്മളിലുണ്ടോ നമ്മൾ നോക്കിയാൽ മതി. ഇതിലേറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, എല്ലാ ദുഃഖത്തിനും കാരണം ഡിസയറാണെന്ന്, ആഗ്രഹങ്ങളാണെന്ന് പറയുമ്പോഴും ശരിക്കും അതിനപ്പുറം പറയുമ്പോൾ എല്ലാ ദുഃഖത്തിനും കാരണം ഭയമാണ്, ഫിയറാണ്. ശരിക്കും പറഞ്ഞാൽ ഫിയർ ഇല്ലെങ്കിൽ ലവ് ഉണ്ട്, ലവ് ഉണ്ടെങ്കിൽ ഫിയർ ഇല്ല. ഇപ്പം ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, ഈ ഒന്നേ ഉള്ളൂ. ആ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതിനെ നമ്മൾ പരിപാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നല്ല പറയേണ്ടത്, ഐ ലവ് മൈസെൽഫ് എന്നാണ് പറയേണ്ടത്. ഇനി ഐ ലവ് യു എന്ന് പറഞ്ഞാലും അവിടെ വേറൊരാളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഐ ലവ് യു എന്ന് പറയാൻ പറ്റും? ഐ ലവ് മൈസെൽഫ് എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ എഴുതേണ്ടത് ലവ് ലെറ്ററാണ്. അതെന്ത് ലവ് ലെറ്ററാണ്? അത് നമുക്ക് തന്നെ ഉള്ള ലവ് ലെറ്ററാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എല്ലാ അസുഖങ്ങൾക്കും കാരണം ദേഷ്യവും ദുഃഖവുമാണ്, ക്രോധമാണ്. ദുഃഖം എങ്ങനെ? ആഗ്രഹം ഉണ്ടെങ്കിൽ ദുഃഖം വരും. ഇത് രണ്ടുമാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതില്ലാതാക്കണം. ഇതില്ലാതാക്കാൻ വളരെ സിമ്പിളല്ലേ? എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ ഒന്നും ചെയ്യാനില്ല. വീടില്ലാത്തവർക്ക് സർക്കാർ വീട് വെച്ച് കൊടുക്കും. ആഹാരം ഇല്ലാത്തവർക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും. ഇതിന് വേണ്ടി എന്തെല്ലാം സർക്കസുകളാണ് കളിക്കുന്നത്. അപ്പം ആൾക്കാർ ആഹാരത്തിന് വേണ്ടിയോ താമസത്തിന് വേണ്ടിയോ അല്ല അവരോടുന്നത് അധികം എന്താണ് പറയുന്നത്, പ്രൈഡിനാണ്, ഫോൾസ് പ്രൈഡാണ്. ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വീടില്ലാത്തവനൊരു വീട് വെക്കാൻ ആഗ്രഹിക്കും. വീട് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വീട് ആഗ്രഹിക്കും. സൈക്കിളിൽ പോകുന്നവൻ ബൈക്ക് ആഗ്രഹിക്കും, ബൈക്ക് ആഗ്രഹിക്കുന്നവൻ കാർ ആഗ്രഹിക്കും, കാറ് കിട്ടിയവൻ ഹെലികോപ്റ്റർ ആഗ്രഹിക്കും, ഹെലികോപ്റ്റർ ആഗ്രഹിക്കുന്നവൻ പ്ലെയിൻ ആഗ്രഹിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാമം, ക്രോധം, മോഹം, ലോഭം, ഇത് ലസ്റ്റാണ്. ഇത്
അത്യാഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളെ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം പറയുമ്പോഴും അപ്പം നമ്മളൊന്നും ചെയ്യാതിരിക്കണോ എന്നുള്ളതല്ല. അല്ല, നമുക്ക് എന്തും ചെയ്യാം, ഏതും ചെയ്യാം. പക്ഷേ ഈ എലമെൻ്റ് ഉണ്ടോ, ഈ പറയുന്ന കാമം, ക്രോധം, മോഹം, ലോകം, മതം, മാത്സര്യം ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ പരീക്ഷണശാലയിൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നത് എവിടാണ്? ഇതെല്ലാം സംഭവിക്കുന്നത് സെപ്പറേഷനിലാണ്. അപ്പോൾ ഇനി ഇത് പറഞ്ഞു വരുമ്പോൾ ചില അപകടങ്ങൾ വരും. കേൾക്കുന്നവർ വിചാരിക്കുക, എന്നാൽ പിന്നെ നമുക്കിനി ആരെയും സഹായിക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ മതി. അങ്ങനെയല്ല. അഹിംസയെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാർ അത്ര കണക്കാക്കുന്നുണ്ടെങ്കിലും ലോകം മൊത്തം മഹാത്മാഗാന്ധിജി, മദർ തെരേസയെക്കുറിച്ച് അവരിങ്ങനെ പറയുന്നുണ്ട്. നമുക്കിവരെ വിലയില്ലെന്നേ ഉള്ളൂ. പക്ഷേ വേൾഡ് കമ്മ്യൂണിറ്റിക്ക് ഇവരെ വിലയുണ്ട്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. അധികം ഭക്ഷണം കഴിച്ചാലും അത് വയലൻസാണ്. അവനവൻ ആവശ്യത്തിലധികം എന്ത് ചെയ്താലും, അത് എന്തായിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് അഹിംസയാണ്. കാര്യം എന്താ? ഇത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതല്ലേ ഈ വിഭവങ്ങളെല്ലാം. അപ്പോൾ പ്രകൃതിയോടുള്ള വയലൻസ് അല്ലേ. അപ്പം ഈ ലെവലിലാണ് ഇത് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ മഹാത്മാഗാന്ധിജി അയാൾ ഇന്ത്യക്കാരെ വലിയ കുഴപ്പമുണ്ടാക്കി, അതാണ് ഇതാണ്, ഈ സാധനമാണ്, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളെല്ലാത്തിനെയും പേഴ്സണലായിട്ട് നമ്മൾ അതിൻ്റെ എസൻസ് എടുക്കാൻ തയ്യാറല്ല. ഇനി ആത്മീയ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയേ, നമുക്ക് മനസ്സിലാവാത്ത സംസ്കൃതമാണ് അവിടെ ചെന്നാൽ. ഇനി ഇപ്പുറത്ത് ചെന്നാൽ ജിദ്ദു കൃഷ്ണമൂർത്തി, മറ്റേത് മറിച്ചതെല്ലാം വലിയ ഇംഗ്ലീഷിലുമാണ്. ഇത് രണ്ടും നമുക്ക് വഴങ്ങത്തില്ല. പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർ പിന്നെ ഇത് എങ്ങനെ പഠിക്കും? അതൊരു വശം. പിന്നെ ഒന്നെങ്കിൽ ശിവനാണ് വലുത്, അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ് വലുതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഓരോരുത്തർ പറയുമ്പം ഒരാൾ വലുതും മറ്റേ ആൾ ചെറുതെന്നേ പറയുന്നുള്ളൂ. അൾട്ടിമേറ്റ്ലി രണ്ട് കൂട്ടരും പറയുന്നുണ്ട് ഇവരല്ല, ഈ നാമവും ശരീരവും അല്ല, അതിനപ്പുറമാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇല്ല വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരു ക്ഷേത്രം, ഇപ്പം എനിക്കൊരു ക്ഷേത്രമോ ആശ്രമമോ ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര ഓപ്പണായിട്ട് പറയത്തില്ല, അവിടെ ആൾ വരണ്ടേ. അപ്പം അതുകൊണ്ട് അവിടെ അത് പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ പോകുന്നവർ മറ്റുള്ളവരെത്തിയോ എത്തിയില്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്. നമുക്ക് യഥാർത്ഥത്തിൽ ഇതിലൂടെ കടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്കിതിനകത്ത് എന്തെങ്കിലും പ്രോഗ്രസ് നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് പേഴ്സണലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നമ്മളീ പറയുന്ന തിയറി നമുക്ക് പ്രാവർത്തികമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഫിസിക്സ് എനർജി പറഞ്ഞു, ക്വാണ്ടം ഫിസിക്സ് അതിനപ്പുറം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ഇനി ഒബ്സർവർ എഫക്റ്റ്. നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ ആ മാറ്ററിന് അല്ലെങ്കിൽ ആ വേവ് ലെങ്ത്തിന് വേരിയേഷൻ വരുന്നുണ്ട്. അതാണ് ഒബ്സർവർ എഫക്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചയിലൂടെ ഫോട്ടോൺ ചെന്നിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ക്രിയേറ്ററല്ലേ, നമ്മൾ കോ ക്രിയേറ്ററല്ലേ, അതല്ലേ തത്വമസി എന്ന് പറയുന്നത്. പിന്നെ എല്ലാം കണക്റ്റഡാണ്. അത് എനർജിയുടെ കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജിൽ പറയുന്ന എല്ലാം കണക്റ്റഡാണ്. നേരത്തെ പറഞ്ഞാണ് നമ്മൾ 800 കോടി ജനങ്ങളും വേറെ ചന്ദ്രനാണ്. കാര്യം നമ്മുടെ ദേഹത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ദേഹത്തുള്ള ചൈതന്യം ഒന്നാണെന്ന് സയൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എവിടാ സംശയമൊന്നുമില്ല. ഇത് ആൾക്കാർ നമ്മളിൽ ഇത് സ്കൂളിലോ ഒരു സ്ഥലത്ത് ഇവർ വ്യക്തമായിട്ട് പറയത്തില്ല. ഇനി എവിടെയെങ്കിലും ഇതിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇവർ എന്തെങ്കിലുമൊക്കെ പറയും. ഇനി തിയറി മാത്രം പോരാ, ഇതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ എന്താണ്? 112 ധ്യാന മാർഗങ്ങളുണ്ട്.
അത് ഓരോന്നും നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്കേതാണോ സൂട്ടബിൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മളെവിടെയെങ്കിലും ചെന്ന് അവരെന്തെങ്കിലും ഒരു ധ്യാനമുറ പറയും, അത് നമ്മൾ ചെയ്യും. ഏത് ധ്യാനമുറയും 45 ദിവസം ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യരുത്. അടുത്തത് ശ്രമിക്കുക. വിജ്ഞാന ഭൈരവ തന്ത്രയിൽ 112 ഉണ്ട്. ഇനി സിദ്ധികളാണ് വേണ്ടതെങ്കിൽ സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്. ഇനി പതഞ്ജലി യോഗയിൽ സിദ്ധികളും പറയുന്നുണ്ട്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക് ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൈവശം വേണം. ഇന്ന് ലൈബ്രറിയും വേണ്ട, ഒന്നും വേണ്ട. നെറ്റിൽ PDF ഉണ്ട്, ഇതിൻ്റെ വീഡിയോകളുണ്ട്. അത് കേൾക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് അത് ഫോളോ ചെയ്യരുത്. ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് പ്രയോജനം കിട്ടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.